ഹൈഡ്രേഞ്ചിയ ബൈ ലാജോ ജോസ്. ലാജോ ജോസിൻ്റെ രണ്ടാമത്തെ ബുക്കാണിത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കായ കോഫി ഹൗസ് പോലെ തന്നെ ഒരു ക്രൈം ത്രില്ലർ ജോണറിലുള്ള കഥയാണ് ഈ ബുക്കും പറയുന്നത്. ഈ കഥയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ, നഗരത്തിൽ കുറേ സ്ത്രീകൾ തുടർച്ചയായി കൊല്ലപ്പെടുന്നു. ഒരു സീരിയൽ കില്ലിംഗ് മോഡലിലുള്ള കൊലപാതകങ്ങളാണത്. മരിച്ചുപോയ സ്ത്രീകളുടെ എല്ലാം ബോഡീസ് കില്ലർ ഹൈഡ്രേഞ്ചിയ പൂക്കൾ കൊണ്ട് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഓരോ കൊലപാതകങ്ങൾക്ക് മുൻപും കില്ലർ കൊല ചെയ്യാൻ പോകുന്ന സ്ത്രീകളുടെ വീഡിയോസ് പോലീസിന് അയച്ചു കൊടുക്കുന്നു. ഇവിടെ കില്ലർ ശരിക്കും ഒരു ഓപ്പൺ ചലഞ്ചാണ് പോലീസിന് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ, ലാജോ ജോസിന് തന്നെ ആദ്യത്തെ ബുക്കായിരുന്ന കോഫി ഹൗസിൻ്റെ നായികയായിരുന്ന എസ്തർ തന്നെയാണ് ഇതിലെ നായികയായിട്ട് വരുന്നത്. കോഫി ഹൗസിൽ എസ്തർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ, ഈ ബുക്കിൽ ആൾ ജേർണലിസ്റ്റും ഒക്കെ റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണ്. ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കൊലപാതകങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് എസ്തർ ഈ കൊലപാതകങ്ങളിലോട്ട് ഇൻവോൾവ് ആവുന്നത്. എങ്ങനെയാണ് സീരിയൽ കില്ലർ തൻ്റെ ഇരകളെ കണ്ടെത്തുന്നത്? മരിച്ച സ്ത്രീകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എങ്ങനെയാണ് കിട്ടാൻ അത്ര എളുപ്പമല്ലാത്ത പിങ്ക് ഹൈഡ്രേഞ്ചിയ പൂക്കൾ സീരിയൽ കില്ലർ സോഴ്സ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിന് ഉത്തരം തേടിക്കൊണ്ടാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. ഈ ബുക്ക് നമുക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. ഇത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. ഇതിൻ്റെ ക്ലൈമാക്സ് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്പോയിലേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ചുരുക്കത്തിൽ, നിങ്ങൾ ത്രില്ലർ ബുക്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മലയാളത്തിൽ വായിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ത്രില്ലർ നോവലാണിത്. നിങ്ങൾ ഈ ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയൂ.